ഇപ്പോൾ ഞങ്ങളുടെ ബ്രാൻഡ് കൺസൾട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പെട്രോകാർട്ട്. പെട്രോകാർട്ടിനെ സംബന്ധിച്ച് പെട്രോകാർട്ട് ഒരു ഡോർ സ്റ്റെപ്പ് ഡീസൽ ഡെലിവറി ബിസിനസ്സാണ്. കേരളത്തിൽ അധികം പ്ലെയേഴ്സ് ഒന്നും അത് ഈ ബിസിനസ് ചെയ്യുന്നില്ല. ഇവരുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതിൽ ഒന്നെന്ന് പറയുന്നത് പുതിയ ഡീസൽ ആവശ്യമുള്ള കസ്റ്റമറിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. രണ്ടാമതെന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും, അവരെ കൃത്യമായി കണ്ടെത്തി അവരെ നമ്മൾ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു വേറൊരു ആവശ്യം. ആദ്യം തന്നെ നമ്മൾ ഇവരെ നോക്കിയ സമയത്ത് ഈ ഒരു ബിസിനസിനെ പറ്റി മനസ്സിലാക്കാൻ ശരിക്കും ചെയ്തത് 2019 പെട്രോളിയം അമെൻമെന്റ് ആക്ടിലാണ് ഈ ഒരു ബിസിനസിന്റെ സാധ്യതകളെ പറ്റി പറയുന്നത്. നമ്മൾ ഇതിന്റെ ഒരു സോഷ്യൽ ഓഡിറ്റ് എടുക്കുകയാണ് ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തത്. ആ ഓഡിറ്റിന്റെ റിസൾട്ട് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ KPI-നെ, അതായത് എന്തൊക്കെ മെഷർ ചെയ്തുകൊണ്ടായിരിക്കണം ഞങ്ങൾ ഈ ഒരു ആക്ടിവിറ്റികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് ആദ്യം തന്നെ മനസ്സിലാക്കിയത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ബഡ്ജറ്റ് കൂടി ഞങ്ങൾ എടുത്തുകൊണ്ട് ഏതെല്ലാം ചാനൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നോട്ട് ചെയ്തു. ആ ചാനൽസിലൂടെ മാത്രമായിരുന്നു ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യാൻ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിലൂടെ എന്തൊക്കെ ക്യാമ്പയിനുകളാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി. രണ്ടാമത് ഇതിൽ കൃത്യമായി 2 ആക്ടിവിറ്റികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രോപ്പറായ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിലേക്കാണ് കൂടുതലും വർക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട മേജർ 3 ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ സെയിൽസ് ആസ്പെക്ട്, അതേപോലെ ഇതിന്റെ മാർക്കറ്റിംഗ് ആസ്പെക്ട്, അതുപോലെ മേജർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആസ്പെക്ട്. ഈ 3 ഏരിയയിലാണ് ഞങ്ങൾ നെക്സ്റ്റ് ലെവലിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇതിൽ കണ്ടന്റ് ഏരിയയിലാണ് ഞങ്ങളുടെ ടീം കുറച്ചും കൂടി മേജറായിട്ട് വർക്ക് ചെയ്തത്. കണ്ടന്റ് ഏരിയയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും എങ്ങനെ ആയിരിക്കണം ക്ലയന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്തത്. നമ്മൾ അതിനുവേണ്ടി കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ കൂടുതൽ ക്രിയേറ്റീവ്സുകൾ, കൂടുതൽ വീഡിയോകൾ, റിയൽ ടൈം ആയിട്ടുള്ള വീഡിയോകൾ, ടെസ്റ്റിമോണിയലുകൾ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സെലക്ടഡ് ഓഡിയൻസിലേക്ക് ഇത് പമ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഏത് മെറ്റീരിയൽസ് ആണ് ഇവർക്ക് കൂടുതൽ വർക്ക്ഔട്ട് ആയെന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ആ ഏരിയയിലേക്ക് കൂടുതൽ സ്പെൻഡിനെ മാറ്റുകയും വർക്ക്ഔട്ട് ആകാത്ത ക്യാമ്പയിനുകൾ, ആക്ടിവിറ്റികളെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളൊരു ഇൻഫ്ലുവൻസർ ചാനൽ കൂടി ഓപ്പൺ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പയിനുകൾ സ്കെയിൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇമ്പാക്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിത്തിൻ 30 days ഒരു 20,000 ലിറ്റേഴ്സ് മൈക്രോ സപ്ലൈയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഈ ഒരു ആക്ടിവിറ്റി കാരണം. അപ്പോൾ അവരുടെ നീഡുകൾ മനസ്സിലാക്കിക്കൊണ്ട്, കമ്പനിയുടെ ബഡ്ജറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്പെൻഡ് വേഴ്സസ് ROIs പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ഒരു കമ്പനിയുടെ മേജർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ വരുന്നത്.